നമ്മളിന്ന് വെക്കാൻ പോകുന്നത് വാളക്കറിയാണ്. അപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സംഭവമാണ് വാളമീൻ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സാധനം കൂടെയാണ് വാള. അപ്പം അത് നല്ല നീളമുള്ള അത്യാവശ്യം, ഇത് തുപ്പവാളയല്ല, നമ്മൾ സാധാരണ ചുണ്ണാമ്പ് വാള എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പറയും. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെയാണ് ആദ്യം ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മൾ കത്തി ചേർത്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുള്ളൊക്കെ ഇളകിപ്പോരും. അതുപോലെ അതിൻ്റെ ഗിൽസും സാധനങ്ങളൊക്കെ നമുക്ക് കത്തിയോ ഉപയോഗിച്ചത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി രണ്ടായിട്ട് മീനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ഇനാമൽ പെയിൻറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ലോക്കലി പറയുന്ന ഈ സംഭവങ്ങൾ ഇതേപോലെ കത്തി വെച്ച് നമ്മളിങ്ങനെ ചുരണ്ടി കഴിഞ്ഞാൽ ഇളകി പോകും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വീതിക്ക് പീസായിട്ട് കട്ട് ചെയ്യാം. എൻ്റെ തല അങ്ങനെ ആദ്യം കഴിക്കാറില്ല, പക്ഷെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വെക്കാം. നല്ലപോലെ കഴുകിയ മീനിന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. സാധാരണ നമുക്ക് ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളി ഇടുക, അല്ലെങ്കിൽ പച്ചമുളകും കറിവേപ്പില ഇടുക. അപ്പോൾ നമുക്ക് തന്നെ അരപ്പും സാധാരണ മീൻ കറിയുടെ അരപ്പ് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഒരു മാറ്റമൊന്നുമില്ല, സെയിം ആ അരപ്പ് തന്നെ ഇടുക. അതിൽ കുറച്ച് കറിവേപ്പിലയും ഉപ്പും പുളിയും കൂടെ, നമ്മൾ പിഴിപുളി ഇടുന്ന വളംപുളിയല്ല, തോടുപുളിയല്ല, ഇത് പിഴിപുളിയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ലാസ്റ്റ് നോക്കിയിട്ട് മസാല ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മളിതിൻ്റെ കൂടെ കഴിക്കുന്നത് ഉണക്കക്കപ്പ, വാട്ടക്കപ്പ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ കുറച്ച് ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട്, അത് കഴുകി ക്ലീൻ ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു സമയത്തേക്ക് നമുക്ക് മസാല തിളച്ചിട്ടുണ്ടാകും മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കപ്പയും നമ്മളിതേപോലെ കഴുകി വേവിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് മീൻ പൊടിയാതെ ഒന്ന് ഇളക്കി ചുറ്റിച്ച് അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് അതുപോലെ വാട്ടക്കപ്പയിലും വേവിക്കാം. ശകലം വെള്ളം കൂടുതൽ ഒഴിച്ച് വേണം വേവിക്കാനായിട്ട്. നമ്മൾ വാട്ടക്കപ്പയും വേവിക്കാൻ വെച്ചു. ഇത് അതും വെന്തു, മീൻ കറിയും തിളച്ചു. ഇത് രണ്ടും തിളച്ച് സെറ്റായി. മീൻ കറി ഒന്ന് വഴറ്റി ശകലം നേരം വെച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മീൻ കറി എടുത്തിട്ടുണ്ട്, നമ്മൾ വാട്ടക്കപ്പയും പുഴുങ്ങി വെച്ചു. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു വീട്ടിൽ കടന്നൊരു ബൈ ഫ്രണ്ട്സ്.